ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലൗസിൻ്റെ പ്രോബ്ലം ഫിക്സിങ് വീഡിയോ നമ്പർ 1 ആണ് കേട്ടോ. അതായത് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നതാണ്, ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ബ്ലൗസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് ഒന്ന് പറഞ്ഞു തരാമോ, അതെങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ മെയിനായിട്ട് ബ്ലൗസ് ആയിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ബ്ലൗസിൻ്റെ ഷോൾഡർ ഇടിഞ്ഞു പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് കറക്റ്റ് ആവാണ്ടിരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൈ ഇങ്ങനെ നമ്മൾ ഉയർത്തുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ നിന്ന് പൊങ്ങിപ്പോവുക എന്നുള്ളതാണ്. അപ്പോൾ കൈ പൊക്കുമ്പോൾ കൈ മാത്രമല്ലാണ്ട് നമ്മുടെ ഫുള്ളായിട്ടുള്ളൊരു ബ്ലൗസും കൂടെ ഇതേപോലെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എല്ലാവരും കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റീസണാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഷോൾഡറിൻ്റെയും പിന്നെ നെക്കിൻ്റെയൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഒരുപാട് ലെങ്തി ആയിപ്പോവും എല്ലാം കൂടെ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ കൈ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് മേളിലേക്ക് പോകാനുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിത് എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ വരാനുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ അണ്ടർ ബസ്റ്റിൻ്റെ ലെങ്ത് പ്രോപ്പറായിട്ട് എടുക്കാത്തതാണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങളത് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതേപോലെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ചെസ്റ്റിന് മുകളിലൂടെ ഇതിങ്ങനെ പോവാം. ടേപ്പ് ഇവിടെ നിന്ന് നിങ്ങളുടെ ബസ്റ്റിന് മുകളിലൂടെ ട്രാവൽ ചെയ്ത് പോയിട്ട് അതിൻ്റെ എൻഡ് എവിടെയാണോ അത്രയും ലെങ്ത് നിങ്ങൾ നോക്കുക. കറക്റ്റ് ആയിരിക്കണം ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അളവ് ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ വലിച്ചു പിടിക്കുക, കാരണം അതിൻ്റെ ഒരു വലിവും കൂടെ നമുക്ക് വരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷനിൽ, നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെസ്റ്റിന് മുകളിലൂടെ ഇതേപോലെ കൊണ്ടുവന്നിട്ട് എവിടെയാണോ ചെസ്റ്റ് അവസാനിക്കുന്നത് അവിടെ വരെയുള്ള കറക്റ്റ് മെഷർമെൻ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, അതിന് താഴെയായിട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, അതിന് താഴെയായിട്ടാണ് വേസ്റ്റ് ബാൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അണ്ടർ ബസ്റ്റ് ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 10.5 ആണെന്ന് വിചാരിക്കുക. അണ്ടർ ബസ്റ്റിൻ്റെ അളവ് ഒരു 10.5 നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഒരു 10 അല്ലെങ്കിൽ 9.5 ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഇതേപോലത്തെ പ്രശ്നം വരുന്നത്. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമായിരിക്കില്ല, പക്ഷേ ഇതേപോലെ കൈ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ബസ്റ്റിന് ആവശ്യമുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. നമ്മളിവിടെ എടുക്കുമ്പോൾ കുറവ് സൈസാണല്ലോ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ബസ്റ്റിനുള്ളൊരു സ്പേസ് കൈ പൊക്കുന്ന സമയത്ത് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇത് മേളിലേക്ക് ഇങ്ങനെ കയറിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്റ്റിൻ്റെ ആ അണ്ടർ ബസ്റ്റിൻ്റെ ഒരു അളവ് നമ്മൾ കറക്റ്റ് ചെയ്തു, ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവ് നമ്മൾ കറക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ ഒരു കാര്യം കൂടെ അതിൽ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഈ വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, ഈ ബാൻഡ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറച്ച് ചെയ്യുക, 1/2 ഇഞ്ച് ടൈറ്റാക്കി ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്ഷൻ ചെയ്തു, അതേപോലെ തന്നെ ഇവിടെ ആയിട്ടും വേസ്റ്റ് ബാൻഡിൻ്റെ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഓക്കെ ആക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പോവില്ല. അത് നല്ല പെർഫെക്റ്റ് സൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എല്ലാവരും ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഷോൾഡറിൻ്റെ ഇടിവും പിന്നെ നെക്കിൻ്റെ പോർഷൻ്റെയൊക്കെ നമുക്ക് ബാലൻസ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക, നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ഫിക്സിങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാ